ഹായ് ഓൾ. അപ്പം നമ്മളെല്ലാവരും പ്രത്യേകിച്ച് ടെക്നോളജി കോഴ്സുകൾ പഠിക്കുന്ന ആളുകൾ, BTech, BCA, BSc ഇലക്ട്രോണിക്സ്, അതിനകത്ത് തന്നെ പല പല ബ്രാഞ്ചുകളുണ്ട്. ഇനി ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു BScയിലും MScയിലും എല്ലാം ചെറുതായിട്ട് കോഡിങ്ങും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഈ കോഴ്സുകളും ബേസിക്കലി കോഡിങ് നമ്മൾ പഠിക്കുന്നുണ്ട്. പല ലാംഗ്വേജസ് പഠിക്കുന്നുണ്ട്. C പഠിക്കുന്നുണ്ട്, പൈത്തൺ പഠിക്കുന്നുണ്ട്, അങ്ങനെ ഒരുപാട് ലാംഗ്വേജസ് പഠിക്കുന്നുണ്ട്. അപ്പം പൊതുവായിട്ട് ഇവോൾവ് ചെയ്യുന്നൊരു ചോദ്യമാണ്, അതായത് സാധാരണ കോഡിങ്ങിനെ അപേക്ഷിച്ച് എംബഡഡ് സിസ്റ്റം എന്നുള്ള ലെവലിലേക്ക് വരുമ്പോൾ അതിൻ്റെ കോഡിങ് എന്തുകൊണ്ടാണ് ഒരു അപ്പർ എഡ്ജ് കിട്ടുന്നത്? വൈ? പ്രത്യേകിച്ച് അത് ചോദിക്കുന്നവർ മിക്കവരും ഈ കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള വിദ്യാർത്ഥികളായിരിക്കും. കാരണം അവരൊരുപാട് കോഡിങ് ലാംഗ്വേജ് പഠിക്കുന്നുണ്ട്. ജാവ, C#, C++, പൈത്തൺ ഒരുപാട് പഠിക്കുന്നുണ്ട്. അപ്പോൾ അവർ ചോദിക്കുന്നത്, നമ്മൾ ഇത്രയും സോഫ്റ്റ്വെയർ റിലേറ്റഡ് കോഡിങ് ലാംഗ്വേജസ് എല്ലാം പഠിക്കുന്നുണ്ട്. സോ ഞങ്ങളൊരു എംബഡഡ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ എന്ത് അപ്പർ എഡ്ജാണ് അതിനകത്തുള്ളത് റിലേറ്റഡ് ടു ദ നോർമൽ കോഡിങ് ടീം? ലളിതമായൊരു ഉത്തരവാണത്. കാരണം ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും നമ്മൾ ഈ കോഡിങ് ലാംഗ്വേജസ് പഠിക്കുന്ന ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരും അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം ഡെവലപ്മെൻറ്റിൽ നിൽക്കുന്ന ആളുകളും വർക്ക് ചെയ്യുന്നത് ഒരു ആപ്ലിക്കേഷൻ ലെയറിലാണ്. അവിടെ നിന്നുകൊണ്ട് സോഫ്റ്റ്വെയർ ഉണ്ടാക്കുക, അത് ആ സോഫ്റ്റ്വെയർ പല പല ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ജോലി, അവർ ചെയ്യുന്ന ജോബ്. ആ ജോബിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജോബ് മാർക്കറ്റ് വളരെ വലുതാണ്. ജോബ് മാർക്കറ്റിന് അതിൻ്റേതായ കോമ്പറ്റീഷൻസ് ഉണ്ട്. ഗ്രോത്തും നമുക്ക് കമ്പയർ ടു എംബഡഡ് സിസ്റ്റം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ജനറലൈസ് ചെയ്ത് പറയുന്നതല്ല എങ്കിൽ പോലും കുറവാണ്. നമ്മളൊരു ആവറേജ് വാല്യൂ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിയുമ്പോൾ എംബഡഡ് സിസ്റ്റം ബേസ്ഡ് സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിനേക്കാളും ഗ്രോത്ത് റേറ്റ് മറ്റേതിന് കുറച്ച് കുറവാണ് ആവറേജ് എടുക്കുമ്പോൾ. ഓക്കെ, അപ്പം അതിൻ്റെ റീസൺ എന്താണ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നു? ഞാനിപ്പോൾ അതിനെ കമ്പയർ ചെയ്യുന്നത്, ഇതൊരു ആബ്സല്യൂട്ട് കമ്പാരിസൺ അല്ല, എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊരു കമ്പാരിസൺ പറയാം. ഇപ്പോൾ നമ്മൾ ഡോക്ടേഴ്സിന് എടുക്കുകയാണെങ്കിൽ തന്നെ MBBS ഡോക്ടേഴ്സ് ഉണ്ട്. അവർ MBBS പഠിച്ച് കഴിയുമ്പോൾ തന്നെ ഡോക്ടേഴ്സ് ആവും. അതിനുശേഷം ചില ആളുകൾ അതിൻ്റെ സ്പെഷ്യലൈസേഷൻ എടുത്ത് സർജറി, മെഡിസിൻ, അതിൽ തന്നെ പല ഡിവിഷൻസ്, ന്യൂറോ സർജൻ, അങ്ങനെ ലെവലിലേക്ക് പോകാറുണ്ട് അല്ലേ? സിമിലറാണ് ഇവിടുത്തെ കേസ്. അതായത് ഇപ്പം നമ്മൾ പഠിക്കുന്ന സോഫ്റ്റ്വെയർ, നമ്മുടെ എംബഡഡ് സിസ്റ്റം C പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ ബേസിക് C പ്രോഗ്രാമിംഗ് തന്നെയാണ് ഓൾമോസ്റ്റ് ഒരു 70 to 80%. ബട്ട് വെൻ ഇറ്റ് കംസ് ടു എംബഡഡ് സിസ്റ്റം, നമ്മളവിടെ ചെയ്യുന്നത് ഒരു ഹാർഡ്വെയറിനെ ആ കോഡ് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ആ ഹാർഡ്വെയറിൻ്റെ എല്ലാ പോസിബിലിറ്റീസും, എല്ലാ തരത്തിലുള്ള അതിൻ്റെ യൂസും എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നത് നമ്മളുടെ കോഡ് അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, ജസ്റ്റ് ഇമാജിൻ എ ടോയ് കാർ, ചെറിയൊരു ടോയ് കാർ. അപ്പോൾ ഈ ടോയ് കാറ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നു, ഒരു എംബഡഡ് സിസ്റ്റം വെച്ചൊരു ചിപ്പ് വെച്ച് നമ്മളൊരു ടോയ് കാറ് ഡിസൈൻ ചെയ്യുന്നു. ആ ടോയ് കാറ് ഇവിടെ വരെ എത്തി ഇതിൻ്റെ എഡ്ജിലെത്തുമ്പോൾ സാധാരണഗതിയിൽ ഇതിങ്ങനെ ഓടിക്കൊണ്ടിരുന്ന ഓടി അങ്ങോട്ട് മറിഞ്ഞു വീഴും അല്ലേ? പക്ഷേ നമ്മുടെ കോഡ് അനുസരിച്ചിട്ടാണെങ്കിൽ ചിലപ്പോൾ ഇതിവിടെ എത്തുമ്പോൾ എഡ്ജ് ഡിറ്റക്റ്റ് ചെയ്യുമ്പോൾ അത് അവിടെ നിന്നിട്ട് ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ തിരിഞ്ഞ് മൂവ് ചെയ്ത് പോകാം. സിമ്പിൾ എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ ഹാർഡ്വെയർ, ആ കാറിനുള്ള ഹാർഡ്വെയറിൻ്റെ ഫുൾ ഫീച്ചർ എക്സ്പ്ലോയിറ്റ് ചെയ്തത്, അതിനെ ഏതൊക്കെ തലങ്ങളിലേക്ക് കൊണ്ടുപോകാം എന്നുള്ളത് എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെട്ടത് ആ എംബഡഡ് സിസ്റ്റത്തിന് കോഡ് എഴുതിയ സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ്. അതൊരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനേക്കാളും കുറച്ചും കൂടി മുകളിൽ നിൽക്കുന്നതാണ്. കുറച്ചും കൂടി ഹാർഡ്വെയറിനോട് ക്ലോസ് ആയിട്ടാണ് നമ്മുടെ കോഡിങ് മുന്നോട്ട് പോകുന്നത്. അതാണ് ഇതിൻ്റെ ബേസിക് ഡിഫറൻസ്. എന്തുകൊണ്ടാണ് അത് മാറി നിൽക്കുന്നത്? ഇനി അതുകൊണ്ട് തന്നെ, അതായത് ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു C പ്രോഗ്രാമിംഗ് പഠിക്കുന്നു, C++ പഠിക്കുന്നു, കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻറ്റ് പഠിക്കുന്നു. അതിനോടൊപ്പം ഈ എംബഡഡ് സിസ്റ്റത്തിൻ്റെ ഈ ഒരു ചെറിയ മോഡ്യൂൾ കൂടി നിങ്ങൾ പഠിച്ചാൽ നിങ്ങളുടെ ആകാശം കുറേ കൂടി വിശാലമാക്കുന്നു എന്ന് വേണം പറയാൻ. അതായത് നിങ്ങൾക്ക് അങ്ങോട്ടും പറക്കാം. നിങ്ങൾക്ക് ഒരു ഹാർഡ്വെയറിൻ്റെ എല്ലാ തരത്തിലുള്ള ഫീച്ചേഴ്സും എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കോഡ് എഴുതാൻ സാധിക്കും. നിങ്ങൾക്കൊരു ഇലക്ട്രിക് വെഹിക്കിളിന് വേണ്ടി ഒരു കോഡ് എഴുതാൻ സാധിക്കും. നിങ്ങൾക്കൊരു ഡ്രോണിന് വേണ്ടി ഒരു കോഡ് എഴുതാൻ സാധിക്കും. നിങ്ങൾക്കൊരു മെഡിക്കൽ ഡിവൈസിന് വേണ്ടി ഒരു കോഡ് എഴുതാൻ സാധിക്കും. നിങ്ങൾക്കൊരു ഡയഗ്നോസ്റ്റിക് ടൂളിന് വേണ്ടിയുള്ളൊരു കോഡ് എഴുതാൻ സാധിക്കും. സോ ഏതിനു വേണ്ടി വേണമെങ്കിലും ഡിപ്പെൻഡിങ് ഓൺ ദ മൈക്രോ കൺട്രോളർ നിങ്ങൾക്ക് കോഡ് എഴുതാൻ സാധിക്കും. അപ്പം ജസ്റ്റ് ഇപ്പോൾ C ഒക്കെ നന്നായിട്ട് അറിയാവുന്ന, C പ്രോഗ്രാമിംഗ് ഒക്കെ നന്നായിട്ട് പഠിച്ച കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് ഒരു പടി കൂടി കൂടുതൽ എടുത്താൽ, അതായത് എംബഡഡ് സിസ്റ്റം എന്ന് പറയുന്ന ആ ഒരു പടി കൂടി ചവിട്ടി കയറി കഴിഞ്ഞാൽ ബേസിക്കലി അവർ ചെയ്യുന്നത് അവരുടെ ആകാശം കുറേ കൂടി വിശാലമാക്കുന്നു.
ആ ജോബിലേക്ക് അവർക്ക് വളരെ ഈസി ആയിട്ട് എൻ്റർ ചെയ്യാം. കോമ്പറ്റീഷൻ കമ്പയർഡ് ടു ജനറൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് വളരെ കുറവാണ്. പാക്കേജ് കമ്പാരിറ്റീവ്ലി വളരെ കൂടുതലാണ്. അതൊന്നും കൂടാതെ ഗ്രോത്ത് റേറ്റും വളരെയധികം കൂടുതലാണ്. അതായത് പെട്ടെന്ന് തന്നെ നമുക്ക് സീനിയർ ലെവലിലേക്ക് എത്താനും വളരെ നല്ല സാലറി, തുടക്കത്തിൽ നല്ല സാലറി കമ്പാരിറ്റീവ്ലി ഉണ്ട്. ഇനി അതല്ല, ഒരു 2-3 ഇയേഴ്സ് കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഗ്രോത്ത് ഒരു നോർമൽ ആപ്ലിക്കേഷൻ ലെവൽ സോഫ്റ്റ്വെയർ ഡെവലപ്പറിനേക്കാളും അറൗണ്ട് 3 times ഒക്കെ മേളിലേക്ക് വരാൻ നമുക്ക് സാധിക്കും. അതുപോലെ വളരെ വലിയ ബിഗ് കമ്പനീസ്, ബിഗ് പ്ലെയേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസും നമുക്ക് കിട്ടും. അപ്പം ഈ ചോദ്യത്തിന് നമുക്ക് അത്രേ പറയാനുള്ളൂ. അതായത് ഇതാണ് ബേസിക് ഒരു ജനറൽ കോഡിങ്ങും ഒരു എംബഡഡ് സിസ്റ്റം ചെയ്ത് കഴിയുമ്പോൾ അഡീഷണൽ എഡ്ജ് എന്ന് പറയുന്നത്.